പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ വിക്രമും മാഷും വേദയെ കാണാനായി വീട്ടിലെത്തി. മാഷ് ശങ്കരനോട് പറഞ്ഞു തുടങ്ങി. എനിക്ക് വേദയോടൊന്ന് സംസാരിക്കണം. ശങ്കരൻ ചോദിച്ചു, അവളെ തിരിച്ചു വിളിക്കാനാണോ? മാഷ്, സത്യം പറഞ്ഞാൽ അത് തന്നെയാണ് ലക്ഷ്യം. കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ വലിയവർ അത് പറഞ്ഞു കൊടുക്കണമെന്നാണല്ലോ. ശങ്കരൻ ചോദിച്ചു, പ്രായപൂർത്തിയായി സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ ശേഷിയുണ്ടെന്ന് തെളിയിച്ച മക്കളെ കുട്ടികളായി കരുതുന്നത് ന്യായമല്ലല്ലോ മാഷേ. മക്കളുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള പ്രവൃത്തിയിലോ തീരുമാനത്തിലോ ഇതുവരെ എനിക്കോ മാഷിനോ ഇടപെടാനോ അഭിപ്രായം പറയാനോ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ കഴിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ മകൾ ഈ വീട്ടിൽ നിന്നിറങ്ങി പോകുമായിരുന്നില്ല. മാഷിൻ്റെ മകൻ ഇങ്ങനെയായി തീരുമായിരുന്നുമില്ല. നോക്കൂ, കഴിഞ്ഞതിനെ ചൊല്ലി കണക്കെടുക്കാനോ ഇഴവിരിച്ച് വിശദീകരിക്കാനോ ഒന്നുമല്ല ഞാൻ വന്നത്. എനിക്ക് വേദയോടൊന്ന് സംസാരിക്കണം. മാഷ് വീണ്ടും പറഞ്ഞു. പറഞ്ഞു ബോധ്യപ്പെടുത്തി വിളിച്ചുകൊണ്ട് പോകണം അല്ലേ? ശങ്കരൻ ചോദിച്ചു. മക്കള് പ്രായപൂർത്തിയായവരായിരിക്കും, പക്ഷേ അവരെക്കാൾ കൂടുതൽ ജീവിതം കണ്ട ആളുകളെന്ന നിലയ്ക്ക് നമ്മളാ പക്വത കാണിക്കേണ്ടത് സാറേ, മാഷ് പറഞ്ഞു. സാധാരണ കേസുകളിൽ അത് അംഗീകരിക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ ഞാനോ മാഷോ മുൻകൈ എടുത്ത് നടത്തിയ വിവാഹമല്ലേ ഇത്. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ തീരുമാനമെടുത്തത് അവളാണ്. തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങളാൽ കഴിയുന്നത്ര ഞങ്ങൾ നോക്കി. അവൾ തയ്യാറായില്ല. പക്ഷേ ഇപ്പോൾ അവൾക്ക് തിരിച്ചു വരണമെന്ന് തോന്നി അവൾ വന്നു. എനിക്ക് നിങ്ങളുടെ വീട്ടിൽ വെച്ച് മാഷ് എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവരാം, പക്ഷേ ബലം പ്രയോഗിച്ച് പറ്റില്ലെന്ന്. അപ്പോൾ അവളുടെ ഇഷ്ടം കൊണ്ടല്ലേ അവൾ തിരിച്ചു വന്നത്? തിരിച്ചു വിളിച്ച് കൊണ്ടുപോകാതിരിക്കുന്നതല്ലേ മാഷ് കാണിക്കേണ്ട മര്യാദ? ശങ്കരൻ ചോദിച്ചു. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷേ അവൾ അവിടെ നിന്ന് അവളുടെ ഇഷ്ടം കൊണ്ട് മാത്രമാണ് തിരികെ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അവൾക്ക് തോന്നാനോ പെരുമാറാനോ ഉള്ള അന്തരീക്ഷം ആ വീട്ടിലുണ്ടായിട്ടില്ല. അവർക്കിടയിലും പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല സാറേ. എന്നെക്കുറിച്ച് പത്രത്തിൽ വന്ന വാർത്ത നിങ്ങളും കണ്ടിട്ടുണ്ടാകുമല്ലോ. ഏറെ സന്തോഷത്തോടെയാണ് ഞങ്ങളെല്ലാവരും കൂടി യാത്ര പോയത്. അവിടെ വെച്ചാൽ എൻ്റെ മകനെക്കുറിച്ചുള്ള ചില സത്യങ്ങൾ ഞാൻ അറിഞ്ഞത്. അതെനിക്ക് മനസ്സിലാക്കി തരാൻ കാരണമായത് വേദയാണ്. ഇനിയുള്ള കാലം അവരോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്നത് സ്വപ്നം കണ്ട് എഴുന്നേറ്റതിൻ്റെ പിറ്റേന്ന ആരോ എന്നെ വീഴ്ത്തിക്കളഞ്ഞത്. ആ 3 ദിവസം ഈ ലോകത്ത് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ആ ദിവസങ്ങളിലാണ് വേദ ഈ തീരുമാനമെടുത്തത്. സ്വാഭാവികമായും അതെന്തുകൊണ്ടാണെന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ടാവില്ലേ? വേദ ഈ വീട്ടിൽ നിന്ന് ഞങ്ങളുടേതുപോലെയുള്ള വീട്ടിലേക്ക് ഇറങ്ങിപ്പോകുന്നത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടാകില്ല. അതെനിക്ക് മനസ്സിലാകും. പക്ഷേ കഴിഞ്ഞ 1 വർഷം കൊണ്ട് നിങ്ങളുടെ മകൾ ഞങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ മാറ്റിമറിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അവിടുത്തെ ജീവിതത്തിലോ വിക്രമിനോടോ എന്തെങ്കിലും പ്രശ്നം അവൾക്കുണ്ടായിരുന്നെങ്കിൽ അവൾ ആ വീടിനെ അത്രയ്ക്ക് സ്നേഹിക്കുമായിരുന്നില്ല. എനിക്ക് അവളോടൊന്ന് സംസാരിക്കണമെന്നുണ്ട്. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് മാത്രം. എന്തെങ്കിലും തെറ്റിദ്ധാരണ കൊണ്ടാണ് ആ കുട്ടി ഇങ്ങോട്ട് പോകുന്നതെങ്കിൽ എനിക്കത് തിരുത്തണം. അല്ല ആരുടെയെങ്കിലും പ്രേരണ കൊണ്ടാണെങ്കിൽ അതും അറിയണം. അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കണം. ബാക്കി ആ കുട്ടിയുടെ തീരുമാനമാണല്ലോ, മാഷ് പറഞ്ഞു. സംസാരിക്കുന്നതിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, അവളെ ഇമോഷണലി സ്വാധീനിക്കാൻ ശ്രമിക്കരുത്, ശങ്കരൻ പറഞ്ഞു. അങ്ങനെ അവളെ സ്വാധീനിക്കാനൊന്നും സാധിക്കില്ല സാറേ, മാഷ് പറഞ്ഞു. എന്തായാലും ആദ്യം വിക്രം ഒന്ന് സംസാരിക്കട്ടെ. ഇത് കേട്ടതും ശങ്കരൻ ദീപ്തിയോട് വേദയെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ദീപ്തി വേദയെ വിളിക്കാനായി റൂമിലെത്തി. വേദേച്ചി, 2 പേര് കാണാൻ വന്നിട്ടുണ്ട്. ആരാന്ന് മനസ്സിലായോ? ദീപ്തിയുടെ ഈ ചോദ്യം കേട്ടപ്പോഴേ വേദ ചോദിച്ചു. വിക്രമാണോ? വിക്രമേട്ടൻ മാത്രമല്ല, കൂടെ മാഷും വന്നിട്ടുണ്ട്. അവർക്ക് വേദേച്ചിയോട് എന്ത് സംസാരിക്കണം. ഇത് കേട്ടതും വേദ ചോദിച്ചു. എന്ത് സംസാരിക്കാൻ? എനിക്കൊന്നും സംസാരിക്കാനില്ലെന്ന് പറ അവരോട്, അല്ലെങ്കിൽ എനിക്ക് പാടില്ലെന്ന് പറ. വേദയുടെ വർത്താനം കേട്ട് ദീപ്തിക്ക് ആകെ ദേഷ്യം തോന്നി. സംസാരിച്ചാൽ എന്താ കുഴപ്പം? ചേച്ചി എന്തിനാ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതെന്നും എനിക്കറിയില്ല. പക്ഷേ വിക്രമേട്ടൻ്റെ ആ ഇരിപ്പ് കണ്ടാൽ അറിയാം ആൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന്. എന്നെ വരുണിനെയും ഒക്കെ ഉപദേശിക്കാൻ ചേച്ചിക്ക് വലിയ മിടുക്കായിരുന്നല്ലോ. സ്വന്തം കാര്യം വന്നപ്പോഴെന്താ ചേച്ചിക്ക് സംസാരിക്കാൻ പോലും തയ്യാറാകാതെ? വിക്രമേട്ടൻ വന്നാൽ എന്തായാലും ചേച്ചിക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റില്ലെന്നറിയാം. അതുകൊണ്ടല്ലേ ചേച്ചി സംസാരിക്കാൻ കൂട്ടാക്കാത്തത്? ഞാൻ ചെന്ന് വിക്രമേട്ടനോട് ഇങ്ങോട്ട് വരാൻ പറയാൻ പോവുക. അങ്ങനെ വിക്രം വേദയുടെ അരികിലെത്തി. വേദയോട് ചോദിച്ചു. ഇത് നീ സ്വമേധയാ എടുത്ത തീരുമാനമാണോ? എനിക്കറിയേണ്ടത് അത് മാത്രമാണ്. ഞാൻ മലയ്ക്ക് പോകാൻ കാത്തു നിൽക്കുമായിരുന്നോ ഇറങ്ങിപ്പോരാൻ? എന്തേ അതിനു മുൻപ് ചെയ്തില്ല? നമ്മൾ തമ്മിൽ ഒരുപാട് വഴക്കിട്ടിട്ടുണ്ട്. നിനക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൂടെ എന്ന് വരെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അന്നൊന്നും അത് നീ ചെയ്തില്ല. പിന്നെ ഇപ്പോഴെന്താണ് ഉണ്ടായത്? എന്താ പ്രശ്നം? വിക്രം ചോദിച്ചു. നമ്മൾ തമ്മിൽ എന്തെങ്കിലും കാര്യത്തിൽ ചേർച്ചയുണ്ടായിട്ടുണ്ടോ? വിവാഹം പോലും ചേർച്ചയുണ്ടായിട്ടാണോ നടന്നത്? ഞാൻ തനിയെ കയറി വന്നതാ. അതുകൊണ്ട് തന്നെ ഇറങ്ങിപ്പോരുമ്പോഴും എനിക്കാരോട് ചോദിക്കേണ്ട കാര്യമില്ല. വേദയുടെ മറുപടി കേട്ട് വിക്രം ചോദിച്ചു. പക്ഷേ നീ വന്നു കയറിയ കാലം പോലെയാണോ നമ്മളിപ്പോൾ? എന്തിലാണ് മാറ്റമുള്ളത്? നിങ്ങളുടെ സ്വഭാവം മാറിയോ? പ്രവൃത്തി മാറിയോ? തീരുമാനങ്ങൾ മാറിയോ? നിങ്ങൾ എന്താണോ അതേപോലെ ഒരു മാറ്റവുമില്ലാതെ കോൺസ്റ്റൻ്റ് ആയി തുടരുന്നു. ഞാൻ മാത്രം നിങ്ങളുടെ രീതികളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം അല്ലേ? അത്രമാത്രം കുലസ്ത്രീയാകാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല, വേദ പറഞ്ഞു. ഞാൻ നീ പറയുന്നത് പോലെ മാറാൻ തീരുമാനിച്ചാൽ ഈ തീരുമാനം നീ മാറ്റുമോ? ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ശ്രീനിസാറുമായിട്ടുള്ള സകല ബന്ധവും ഞാൻ അവസാനിപ്പിക്കും. ആ വാക്ക് ഞാൻ അച്ഛന് കൊടുത്തിട്ടുണ്ട്. കാലങ്ങളായി എന്നോടൊന്നും മിണ്ടാതെയും പറയാതെയും നടന്ന അച്ഛനെ എനിക്ക് തിരിച്ചു കിട്ടാൻ കാരണമായത് നീയാ. ആ അച്ഛന് കൊടുത്ത വാക്ക് ഞാൻ തെറ്റിക്കില്ല. അപ്പോഴും ആ വാഗ്ദാനത്തിലൊരു ക്ലോസ് ഉണ്ടല്ലോ, ഇലക്ഷൻ കഴിയുന്നത് വരെ എന്നത്, വേദ ചോദിച്ചു. ഒരുപാട് കാലം എന്നെ സംരക്ഷിച്ച മനുഷ്യനല്ലേ, ആ നന്ദി ഞാൻ തിരിച്ചു കാണിക്കണ്ടേ? വിക്രമിൻ്റെ വാക്ക് കേട്ട് വേദ പറഞ്ഞു. അതാണ് പറഞ്ഞത്, ആ നന്ദി നിങ്ങൾക്ക് കാണിക്കാതിരിക്കാൻ പറ്റില്ല. അച്ഛനെന്നല്ല ആർക്ക് വാക്ക് കൊടുത്താലും മരണം വരെ നിങ്ങളത് കാണിക്കും. ഇത് കേട്ട് വിക്രം പറഞ്ഞു. 1 കൊല്ലം കൂടെ കഴിഞ്ഞതല്ലേ, വാക്കിൻ്റെ കാര്യത്തിൽ ഞാൻ എത്രത്തോളം സത്യം കാണിക്കുമെന്ന് നിനക്കറിയാലോ. എനിക്കറിയില്ല. എനിക്ക് നിങ്ങൾ ഒരു ഉറപ്പും ഇത്രയും കാലം തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വാക്ക് നിങ്ങൾ പാലിക്കുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ ആ ഒരു വീട്ടിൽ നമ്മൾ 2 പേരും ഒരുമിച്ച് ജീവിച്ചു എന്നത് മാത്രമാണ് ശരി.
ഒരു ഭാര്യയും ഭർത്താവുമായി നമ്മൾ ഒരു കാലത്തും ജീവിച്ചിട്ടില്ല. അതുകൊണ്ട് ആ അവകാശവാദമൊന്നും വേണ്ട. വേദയുടെ മറുപടി കേട്ട് വിക്രം പറഞ്ഞു, സമ്മതിച്ചു. പക്ഷേ അങ്ങനെ ഒരു ജീവിതം ആരംഭിക്കാൻ മനസ്സുകൊണ്ട് നീ തീരുമാനിച്ചിരുന്നില്ല എന്ന് പറയാമോ? ഭാര്യയും ഭർത്താവുമായി പരിചയപ്പെടുത്തിയപ്പോഴും നിനക്കിതുവരെ ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ലല്ലോ. പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയപ്പോൾ നീ വിലക്കിയിട്ടില്ലേ? ചിലത് ചെയ്യരുതെന്ന് കർശനമായിട്ട് പറഞ്ഞിട്ടില്ലേ? അത് ഭാര്യയുടെ അവകാശം ഉള്ളിൽ വെച്ചുകൊണ്ടല്ലേ? കാണാതായ അച്ഛൻ തിരിച്ചു വന്നതിന് ശേഷമാണ് നീ ഇങ്ങനെ ഒരു നിലപാടെടുത്തത്. അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. അച്ഛനെ കാണാതായപ്പോൾ തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു നിലപാടെടുത്തത്. അതിന് കാരണം നിങ്ങളല്ലേ? അച്ഛന് സംഭവിച്ചത് ഒരു മുന്നറിയിപ്പാണ്. നാളെ ഇതെനിക്കും സംഭവിക്കില്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എനിക്ക് എൻ്റെ ജീവനിൽ പേടിയുണ്ട്. അതിനു മുന്നിൽ മറ്റാരും എനിക്ക് പ്രശ്നമല്ല. ഇത് കേട്ട് വിക്രം ചോദിച്ചു, മലയ്ക്ക് പോയി തിരിച്ചെത്തുമ്പോൾ ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുണ്ടെന്ന് നീയാണ് എന്നോട് പറഞ്ഞത്. അതെ, ഇതാണ് ആ തീരുമാനം, പോരെ? വേദ ചോദിച്ചു. ശരി, ആയിക്കോട്ടെ. ഇതൊന്ന് നിന്റെ മുഖത്ത് നിന്ന് നേരിട്ട് കേൾക്കണമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഹാപ്പിയായി, കണ്ണു നിറഞ്ഞുകൊണ്ട് വിക്രം പറഞ്ഞു. ഭാര്യ, കുടുംബം എന്നൊന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. അത് നീ കയറി വന്നപ്പോഴും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇടയിലെപ്പോഴോ അങ്ങനെ ഒരു ജീവിതമായാലോ എന്നെനിക്ക് തോന്നി. നോക്കാതെയാണ് അച്ഛന് അങ്ങനെ ഒരു ഉറപ്പ് ഞാൻ കൊടുത്തത്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, നീ കൂടെ ഉണ്ടാകുമെന്ന് കരുതി അങ്ങനെ ഒരു സ്വപ്നം കണ്ട ഞാനാണ് വിഡ്ഢി. നീ നിന്റെ ഇഷ്ടം പോലെ തീരുമാനിക്കുക. ഇതും പറഞ്ഞ് ഞാൻ ഇനി ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല. വന്നത് തെറ്റായിപ്പോയി, സോറി. ഇത്രയും പറഞ്ഞ് വിക്രം വേദയുടെ അരികിൽ നിന്ന് പോവുകയാണ്. വേദ വിക്രമിനെ നോക്കി നിന്ന് കരയുന്നതാണ് അവസാനം കാണിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചു. നാളെ വീണ്ടും കാണാം. ബൈ.